ഹായ്, ഇന്നിപ്പോൾ നമ്മൾ ചെറിയൊരു വർക്കാണ്. കാർ ഇതിൻ്റെ ഈ ഭാഗം കണ്ടില്ലേ, ചളുക്കവും അതും ഇതുമൊക്കെ. ഇതൊക്കെ നമുക്ക് വീട്ടിലിട്ട് എങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാമെന്നാണ് ഞാൻ എനിക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് പോയി കണ്ടിട്ടൊക്കെ പോകാം. ഞാനിപ്പോൾ അതിനായിട്ട് ബോഡി ഫില്ലർ, അക്കായുടെ ബോഡി ഫില്ലറാണ് ഇട്ടേക്കുന്നത്. ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർണർ എന്ന് പറയും. ഹാർണർ. അപ്പോൾ ഈ ബോഡി ഫില്ലർ മേടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത് രണ്ടും കൂടെ ഒന്നിച്ചാണ് തരുന്നത്. ഈ ഹാർണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുട്ടി പെട്ടെന്ന് ഉണങ്ങി പിടിക്കാനെ കൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പം വേണ്ടതെന്ന് വെച്ചാൽ 80-ൻ്റെ ഒരു പേപ്പർ വേണം. കാരണം നമ്മളിപ്പം ഈ പുട്ടി ഇടേണ്ട ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഇത് കൂട്ടുള്ള ഏരിയയൊക്കെ അതൊന്ന് ഉരയ്ക്കണം. കാരണം ഇപ്പോൾ ഈ വണ്ടി ക്ലിയർ എല്ലാം ചെയ്ത് വെച്ചേക്കുന്ന ഒരു വണ്ടികളല്ലേ. അപ്പോൾ അതിനകത്ത് പുട്ടി അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളിത് കൂട്ട് കുറച്ച് ഉരച്ച് കഴിയുമ്പം ആ പുറത്തെ ക്ലിയറും പിന്നെ പെയിൻ്റൊക്കെ ജസ്റ്റ് ഒന്ന് മാറി കിട്ടുന്നുണ്ടെങ്കിൽ പുട്ടി നല്ലപോലെ അവിടെ പിടിച്ചിരിക്കും. നമുക്ക് കുറച്ച് അവിടെ ഇവിടെ എല്ലാം വേണ്ടുന്ന ഭാഗങ്ങളെല്ലാം നമുക്കൊന്ന് പേപ്പർ പിടിച്ചതിന് ശേഷം പുട്ടിയിടാം. ഞാനിപ്പം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി ചെറിയ, അതായത് ഈ നമുക്ക് പെയിൻറ്റ് കട്ടായ ഭാഗങ്ങളൊക്കെ അറിയാമല്ലോ, അവിടെ അതായത് കുറച്ച് ചളുങ്ങിയിട്ടുമുണ്ട്. അങ്ങനെയുള്ളത് ഈ ഏരിയ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഇപ്പോൾ എങ്ങനെയാണ് പേപ്പർ പിടിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ നല്ലപോലെ കാണിച്ചു തരുന്നുണ്ട്. നോക്കുക, ഓരോ ഏരിയയും നമുക്ക് ആർക്കും ഈസി ആയിട്ട്, അതായത് ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ വണ്ടി പെയിൻ്റ് അടിക്കാനെ കൊണ്ട് എന്തായാലും വർക്ക്ഷോപ്പിൽ ചോദിച്ചപ്പോൾ എന്നോട് 18,000 രൂപയാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ ഇതിന് വേണ്ടുന്ന പെയിൻറ്റും ഈ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം മേടിച്ചത് വെറും 2,600 രൂപയെ എനിക്ക് ചിലവായിട്ടുള്ളൂ. ഞാനിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാം വിശദമായിട്ട് കാണിച്ചുതരാം. ഇപ്പോൾ ഈ വീഡിയോയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ബോഡി ഫില്ലറിൻ്റെ വർക്ക് ഞാൻ അതിനകത്ത് കാണിച്ചു തരുന്നത്. ഇപ്പം നമുക്ക് ബോഡി ഫില്ലർ എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ പുട്ടി കുറച്ച് എടുത്ത്, അതായത് പുട്ടിയുടെ നമ്മളിടയ്ക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പം നമ്മളിതിപ്പോൾ കുറച്ചൊരു ബ്ലേഡിലേക്ക് മാറ്റിയതിന് ശേഷമാണ് നമുക്കിപ്പം നോക്കണം. അതായത് നോക്ക്, ഇത്രയും, അതായത് നമ്മളെടുക്കുന്ന ഹാർണറിൻ്റെ അളവ് കണ്ടില്ലേ, ഈ ഹാർണർ അത്രയും എടുത്തിട്ട് ആ പുട്ടിയും കൂട്ടി നല്ലപോലെ മിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ ഈ കുറച്ച് അളവ് എടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹാർണറും ഈ ബോഡി ഫില്ലറൂടെ ഇതുപോലെ മിക്സ് ചെയ്യുന്ന ഉടനെ ഇത് പെട്ടെന്ന് കട്ടിയായി പോകും. അതുകൊണ്ടാണ് നമ്മൾ കുറേശ്ശെ എടുത്ത് മിക്സ് ചെയ്ത് ഇന്നിപ്പം കാണിക്കുന്ന രീതിയിലോ അല്ലെ എങ്ങനെയായാലും നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള രീതി നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ അത് മിക്സ് ചെയ്തതും പോരാ, എത്രയും പെട്ടെന്ന് തന്നെ അത് ഇട്ട് തീർക്കണം. കാരണം അത് പെട്ടെന്ന് കട്ടിയായി പോകുന്നതാണ്. നമുക്ക് പുട്ടി അപ്ലൈ ചെയ്യേണ്ട ഭാഗത്ത് ജസ്റ്റ് ആ പേപ്പർ വെച്ചൊന്ന് പിടിച്ചതിന് ശേഷം ഇത് നല്ലപോലെ തേച്ചങ്ങ് പിടിപ്പിക്കുക. അറിയാമായിരിക്കുമല്ലോ, ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ ചിലപ്പം പുട്ടിയുടെ വർക്കൊക്കെ അറിയാവുന്നവരായിരിക്കും. ഇപ്പോൾ എനിക്ക് പുട്ടിയിടാനെ കൊണ്ടൊരു എക്സ്പീരിയൻസ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തന്നെത്താനാണ് വീടിന് പെയിൻ്റ് അടിയും ആ സമയത്തൊക്കെ പുട്ടിയൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇട്ട് പഠിച്ചതാണ്. നമുക്കിപ്പോൾ എവിടെയൊക്കെയാണ് നമ്മൾ പെയിൻറ്റ് അടിക്കണമെന്ന്, അതായത് ചെറിയ ബോഡി ഫില്ലർ ഉപയോഗിച്ച് ആ ഒരു ചെറിയ ചലക്കങ്ങളൊക്കെ ആയിരുന്നു. ഈ ഏരിയ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഞാൻ അവിടെ എല്ലാം പേപ്പർ പിടിച്ചതിന് ശേഷം നമ്മൾ ബോഡി ഫില്ലർ കുറേശ്ശെ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി റീടെസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം അതിന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ, ഇല്ലെന്നുണ്ടെങ്കിൽ പാസ്സാകില്ല. ഞാൻ വീണ്ടും നമുക്കൊന്നുകൂടെ കാണിച്ച് ഞാൻ തരുക. കാരണം ഈസി മെത്തേഡ്, കാരണം കുറച്ച് ബോഡി ഫില്ലർ നമ്മൾ ആദ്യം എടുക്കുക. അതിനുശേഷം ഏറ്റവും കുറച്ചാണ് ഹാർണർ അതിനകത്തോട്ട് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ബ്ലേഡ് ഓരോ പ്രാവശ്യം ഇത് മിക്സ് ചെയ്തതിന് ശേഷം അത് ഇട്ട് കഴിയുന്നുണ്ടെങ്കിൽ എല്ലാം ബ്ലേഡ് നല്ലപോലെ ക്ലീൻ ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കട്ടിയായി അവിടെ എവിടെയൊക്കെ ഇരുന്ന് കഴിയുന്നുണ്ടെങ്കിൽ രണ്ടാമത് നമ്മൾ മിക്സ് ചെയ്യുന്നതിനകത്ത് ഈ കട്ടി പിടിച്ച ഈ ബോഡി ഫില്ലർ അതിനകത്ത് കയറിയിട്ട് അറിയാമല്ലോ. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഏതെങ്കിലും ഒരു പ്ലെയിനായിട്ടുള്ള പ്രതലത്തിൽ നമ്മൾ തേക്കുന്നുടനെ ആ കട്ടി പിടിച്ച പുട്ടി അതിനകത്ത് ഇങ്ങനെ
പൊങ്ങിയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഏരിയ നല്ല ഫിനിഷിങ് കിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും പുട്ടി ബ്ലേഡ് നല്ലപോലെ ക്ലീൻ ചെയ്യണം. നമുക്ക് വണ്ടിക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഈ ചെറിയ ചളക്കവും അവിടെ ഇവിടെയൊക്കെ തോന്നുന്ന ഏരിയകൾ മൊത്തം നമ്മൾ ഈ ബോഡി ഫില്ലർ അപ്ലൈ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഒന്നീ പെയിൻറ്റ് കട്ടായിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ ചെറിയ ചളുക്കങ്ങൾ, ഇതൊക്കെയുള്ള ഏരിയയിലാണ് നമ്മൾ മെയിനായിട്ട് ബോഡി ഫില്ലർ ഇടേണ്ടത്. കാരണം നമ്മളിപ്പം ചെറിയൊരു സ്ക്രാച്ച്, അതായത് പെയിൻറ്റ് കട്ടാകാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ വരുന്നത് നമ്മളെന്തോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000-ൻ്റെ പേപ്പറാണ് യൂസ് ചെയ്യേണ്ടത്. 1000-ൻ്റെ പേപ്പറിട്ട് നമ്മൾ ക്ലിയർ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് രണ്ടാമതൊന്ന് ക്ലിയർ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ചെറിയ ചെറിയ സ്ക്രാച്ചുകളെല്ലാം ഇല്ലാതായി പോകും. ഇപ്പം ഇനി ഈ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ പുട്ടിയെല്ലാം ഇട്ടതിന് ശേഷം ഏകദേശം എനിക്ക് തോന്നുന്നൊരു 5 മിനിറ്റ് കൊണ്ട് ഈ പുട്ടിയെല്ലാം നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും. അതിനാണ് നമ്മൾ ഈ ഹാർണർ യൂസ് ചെയ്യുന്നത്. പുട്ടി പെട്ടെന്ന് ഉണങ്ങാനെ കൊണ്ടാണ് ഈ ഹാർണർ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് 80-ൻ്റെ പേപ്പറുണ്ട്, ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമേ. ആ 80-ൻ്റെ പേപ്പർ എടുത്തിട്ട് ആദ്യമേ നമ്മൾ ഈ പുട്ടി ഇട്ടതിൻ്റെ പുറത്ത് കൂടി നൈസായിട്ടൊന്ന് ചെയ്ത് കൊടുക്കണം, ഉരച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ 220-ൻ്റെ പേപ്പർ അതിൻ്റെ പുറത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 320-ൻ്റെ പേപ്പർ ഇട്ടൊന്ന് പിടിക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷമാണ് ലാസ്റ്റ് നമ്മൾ ഫൈനലാണ് നമ്മൾ 1000-ൻ്റെ പേപ്പർ ഇട്ട് പിടിക്കും. കാരണം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബോഡിയിലുള്ള ക്ലിയർ കട്ട് ചെയ്തെടുക്കാൻ കൊണ്ടാണ് ഈ 1000-ൻ്റെ പേപ്പർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ ക്ലിയർ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഞാൻ മെയിൻലി ഒരു 3 പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഞാനായാലും പല പ്രാവശ്യവും യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട് ഈ പെയിൻറ്റിങ്ങിനെ പറ്റി. അപ്പോൾ എനിക്ക് എല്ലാം കൂടെ ഒന്നിച്ച്, അതായത് തുടക്കം മുതൽ അവസാനം വരെ, അതായത് പെയിൻറ്റിങ്, ഈ പുട്ടിയിടിയിൽ പെയിൻറ്റിങ്, ക്ലിയർ ചെയ്ത് ഇതെല്ലാം കൂടെ ഒന്നിച്ചൊരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ കരുതിയതാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്താൽ എന്താണെന്ന്. അപ്പോൾ ഞാനിത് 3 പാർട്ടായിട്ടാണ്. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ ബോഡി ഫില്ലർ അപ്ലൈ ചെയ്യാമെന്നും ബോഡി ഫില്ലറിൻ്റെ മിക്സിങ്ങും കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിന് ശേഷമാണ് നമ്മളിപ്പം അടുത്ത 1000-ൻ്റെ ഒക്കെ പേപ്പറിട്ട് ഈ ക്ലിയർ കട്ടിങ്ങും പിന്നെ പെയിൻറ്റിങ്ങും, പിന്നെ മെയിൻലി ചെയ്യുന്ന വേറൊരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹെഡ്ലൈറ്റൊക്കെ മങ്ങിപ്പോകുന്നൊരവസ്ഥയുണ്ടല്ലേ, അതെങ്ങനെ നമുക്ക് അതിനൊരു പരിഹാരം എന്നുള്ള രീതി, അതിനും ഒരു സൊല്യൂഷന് ഞാൻ ഈ വീഡിയോയിലല്ല 3 പാർട്ടായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ അതും ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എന്തായാലും നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാനും ചെറിയ ചെറിയ സ്ക്രാച്ചുകളുള്ള ഏരിയ ഫുള്ള് ഞാനിപ്പം ബോഡി ഫില്ലർ ഇട്ടിട്ടുണ്ട്. ബാക്കിയൊക്കെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ, അതൊക്കെ പെയിൻറ്റ് കട്ടാത്തതുകൊണ്ട് നമുക്കത് പേപ്പർ പിടിച്ച് ക്ലിയർ കട്ട് ചെയ്തതിന് ശേഷം നമുക്കത് പെയിൻറ്റ് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ക്ലിയർ കോട്ട് ചെയ്താലും മതി. കണ്ടില്ലേ, ബാക്കിലൊക്കെ വലിയ ചളുക്കമില്ല. കാരണം നോക്കുന്നുണ്ട്, സൂക്ഷിച്ച് നോക്കിയ ചെറിയ ചെറിയ ചളുക്കങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഈ വീലിൻ്റെ മുകൾ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല രീതിയിൽ പെയിൻറ്റ് കട്ടായിട്ടൊക്കെ ഉണ്ട്, അവിടെയൊക്കെയാണ് ഇട്ട് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് പേപ്പർ പിടിക്കുക എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ നമുക്കിനി അടുത്ത വീഡിയോ നല്ല രീതിയിൽ എല്ലാം വ്യക്തമായിട്ട് ഞാൻ കാണിച്ചത്. എന്തായാലും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി പൊട്ടിച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന നല്ല നല്ല വീഡിയോകൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.